രാജ്യസഭാ എംപിയും ഡിവൈഎഫ്ഐ നേതാവുമായ റഹീം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ചതാണ്. രാജ്യം അപകടത്തിലാകുമ്പോൾ സഞ്ചരിക്കാനുള്ള പ്രത്യേക തരം ബൈക്ക് എന്ന് പറഞ്ഞ് രാഹുൽജി എൻജോയ് യുവർ ട്രിപ്പ് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ BMW ബൈക്കിൽ അദ്ദേഹം ഇരിക്കുന്ന ഒരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് അറിയാമോ? എന്താ രാജ്യം ഏത് അപകടത്തിൽ പെട്ടു എന്നാണ് ഇത് ഇപ്പൊ ഈ റഹീം പറയുന്നതെന്ന് മനസ്സിലായിട്ടില്ല. അതിൽ വന്നിട്ടുള്ള കമന്റുകൾ മുഴുവൻ റഹീമിനെതിരായി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വള്ളിക്കെട്ടും കൊണ്ട് വരികയും ചെയ്യും. റഹീം എയറിലാവുകയും ചെയ്യുന്നത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ്. ചില കമന്റുകൾ ഞാൻ വായിച്ചു തരാം. സംഘപരിവാറിന് വേണ്ടി വോട്ടുകൾ മറിക്കുമ്പോൾ ഇല്ലാത്ത അപകടാവസ്ഥ ഇപ്പോൾ തോന്നുന്നത് എന്ത് വിരോധാഭാസമാണ് റഹീം എന്ന് പറയുന്നു. ലോക്സഭാ ഇലക്ഷൻ നടക്കുമ്പോൾ കുടുംബത്തെയും കൂട്ടി മുങ്ങിയ പിണറായിയെ വെച്ച് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ അളക്കണ്ട സഖാക്കളെ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന വോട്ട് ചോരി ആരോപണങ്ങളെ കുറിച്ച് വിജയന്റെ നിലപാട് എന്തായിരുന്നു? 4 മാസമായിട്ട് ആ മാന്യൻ എന്തേലും ഒഴിഞ്ഞോ? ഇതൊരു പ്രധാനപ്പെട്ട വേറെ ഒരുപാട് രാജ്യം അവിടത്തിൽ പെടുമ്പോൾ തിരുട്ട് ഫാമിലിക്ക് വിദേശത്ത് പോകാനുള്ള കുന്തം എന്ന് പറഞ്ഞാൽ, കാരണം റഹീമിനെ ഒരു വിളിപ്പേരുണ്ട്, ലുട്ടാപ്പി എന്ന് വിളിപ്പേരുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിരവധി കമന്റ്, കാരണം എല്ലാ കമന്റുകളും റഹീമിനെ കളിയാക്കിക്കൊണ്ടുള്ളതാണ്. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണിത്. നമ്മൾ മുൻപ് ഒരു ചർച്ചയിലും പറഞ്ഞിരുന്നു, വോട്ട് ചോരിയെ കുറിച്ച് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനങ്ങൾ നടത്തി. തെളിവ് സഹിതം നിരത്തിയാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത്. ഇന്ത്യ മുന്നണിയിൽ ഈ CPM-ഉം CPI-യും എല്ലാം ഉണ്ട്. ദേശീയമായി നോക്കുമ്പോൾ ഇവർ ഒന്നിച്ചു നിൽക്കേണ്ടവരാണ്. ഇവിടെയുള്ള ഈ CPM-കാർ എത്രത്തോളം രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്തു? ഇപ്പോൾ കേരളം വിട്ടുകഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് വോട്ട് തേടുന്നവരാണ് ഈ CPM-കാർ. എന്നിട്ടും BJP-ക്കെതിരെ ഇത്രയും വലിയൊരു ആരോപണം തെളിവ് സഹിതം കർണാടകയിലാവട്ടെ, ഹരിയാനയിലാവട്ടെ, ബീഹാറിലാവട്ടെ, ഇതെല്ലാം അദ്ദേഹം എണ്ണി നിരത്തി പറഞ്ഞതാണ് ഓരോ കാര്യങ്ങളും. ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അതിനൊരു സപ്പോർട്ടായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്നിട്ടും പറയുന്നു രാജ്യം അപകടാവസ്ഥയിലാകുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് സഞ്ചരിക്കാനുള്ള ബൈക്കാണെന്ന്. ഇത് പറയാനുള്ള എന്ത് യോഗ്യതയാണ് ഈ റഹീമിനുള്ളത്? അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ, കേരളത്തിൽ വരുമ്പോ ഇവർ ഇന്ത്യ മുന്നണിക്കൊപ്പമാണെന്ന് ഒന്നുകിൽ CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അറിയില്ല ഇവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്നുള്ളത്, അല്ലെങ്കിൽ അവരത് മറക്കുന്നു. കാരണം രാഹുൽ ഗാന്ധി ആരോപിക്കുന്ന ഒരു ആരോപണങ്ങൾക്കും രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കാൻ CPM-ഓ LDF-ഓ തയ്യാറല്ല. നമുക്കറിയാം, ഈ പറയുന്ന പോലെ വോട്ട് ചോരിയില് ബാക്കി എല്ലാ ഇന്ത്യ മുന്നണിയിലുള്ള ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലെയും നേതാക്കളും മുഖ്യമന്ത്രിമാരും ഒക്കെ പൂർണ്ണ പിന്തുണ നൽകുമ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രി വാ തുറന്നിട്ടില്ലായിരുന്നു ആ ഒരു വിഷയത്തിൽ. അതിലെന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നിലപാടെന്ന് പോലും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയാം, ഇപ്പൊ ബീഹാറിലെ പരാജയം വന്ന സമയത്ത് നമ്മൾ സംസാരിച്ചതാണ്, രാഹുലിനെ അറ്റാക്ക് ചെയ്യാൻ ഒരു കൂട്ടം CPM പ്രവർത്തകർ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ രാഹുലിനെ അവർ അന്ന് സൈബർ അറ്റാക്ക് ചെയ്തു. അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. തോറ്റത് അവര് കൂടിയാണ്, അല്ലാതെ കോൺഗ്രസ് അല്ല ബീഹാറിൽ തോറ്റത് അവര് കൂടിയാണ് എന്ന് പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്ത ആളുകളാണ് ഇവിടുത്തെ കുട്ടി സഖാക്കൾ എന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ കണ്ടതാണ്, ഇപ്പോഴും രാഹുലിനെ പിന്തുണയ്ക്കാൻ തങ്ങൾ തയ്യാറല്ല. പക്ഷെ ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് തങ്ങൾ. പക്ഷെ രാഹുലിനെ പിന്തുണയ്ക്കാനോ രാഹുൽ കൊണ്ടുവരുന്ന ആരോപണങ്ങൾക്ക് ഒപ്പം നിൽക്കാനോ അല്ലെങ്കിൽ രാഹുൽ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാൻ ഒരു സമയത്തും CPM തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ LDF തയ്യാറായിട്ടില്ല. രാഹുൽ ആരോപണം ഉന്നയിക്കുന്നത് BJP-ക്കെതിരെയാണ്. പക്ഷേ ഇവിടെ CPM-ഉം BJP-യും തമ്മിൽ അന്തർധാര സജീവമാണ് എന്ന് പല ഘട്ടങ്ങളിലും അത് അവർ തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. CJP എന്നാണ് ഇവിടെ പൊതുവെ അറിയപ്പെടുന്നത് തന്നെ. തെരഞ്ഞെടുപ്പുകളിലായാലും CPM-ന്റെ വോട്ടുകളാണ് BJP-ക്ക് പോയിട്ടുള്ളത്. ഇപ്പൊ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് സ്ഥിതി പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. എന്നിട്ടും ഇവർ പറയുന്നത് എന്താണ്? UDF-ന്റെ വോട്ടുകളാണ് BJP-ലേക്ക് പോയി, BJP UDF-ന് വോട്ട് മറിച്ചു. ഇത് അവർ ഏത് കണക്ക് നോക്കിയിട്ടാണ് പറയുന്നത്? ശരിക്കു പറഞ്ഞാൽ LDF-ന്റെ വോട്ടുകളാണ് നേരെ BJP-യിലേക്ക് പോയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പല സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോഴും ഇവിടെ CPM BJP-യെ രഹസ്യമായി സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോ BJP-യുടെ കാര്യം എടുത്താലും ED-യുടെ പല അന്വേഷണങ്ങളും ഇവിടുത്തെ CPM-നെതിരെ, CPM-കാർക്കെതിരെ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒക്കെ വന്നിട്ടുണ്ട്. എന്തായി അതിന്റെ അന്വേഷണങ്ങൾ? എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. അത് അവര് തന്നെ പറയുന്നത് വെറുതെ ഒന്ന് വിറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവര് തമ്മിലുള്ള ധാരണയുടെ പുറത്ത് അപ്പൊ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെ ഇവിടുത്തെ CPM-കാർ സപ്പോർട്ട് ചെയ്യും? അല്ലേ, നമുക്കറിയാം, എല്ലാ വിഷയത്തിലും കേരളത്തിലെടുക്കുമ്പോ CPM-ഉം BJP-യും തമ്മിൽ വ്യക്തമായ ഒരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഒരു അന്തർധാരയുണ്ട്. ചേച്ചി പറഞ്ഞ പോലെ ED-യുടെ വിഷയം, ഇപ്പൊ ശബരിമലയുടെ സ്വർണ്ണക്കൊള്ള ഇനി ED-ക്ക് കൈമാറുകയാണ്. ഇനി പ്രത്യേകിച്ച് ഒരു പുരോഗതിയും ആ കേസിൽ ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ED
ചെയ്യേണ്ട രീതിക്ക് കാര്യങ്ങൾ ചെയ്യും. ഒരിക്കലും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പല ഉന്നതരും പുറത്തു വരും എന്ന് പറഞ്ഞു. ഇത് ദൈവതുല്യർ. ഇ ഡി അന്വേഷിച്ചാൽ ആ ദൈവതുല്യർ ഒരിക്കലും പുറത്തു വരാൻ പോകുന്നില്ല. കാരണം അതാണ് അന്തർധാര. നമുക്കറിയാം ഇ ഡി ഇതിനു മുന്നേ മുഖ്യമന്ത്രിയുടെ മകൻ അയച്ച കത്തിലുള്ള വിഷയങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒന്നും പുറത്തു വരാൻ പോകുന്നില്ല. പിന്നെ ഒറ്റ രാത്രി കൊണ്ട് കേരളത്തെ ഒറ്റുകൊടുത്ത് PM3 ഒപ്പിട്ടത് പോലും ഇവർ തമ്മിലുള്ള അന്തർധാര എന്താണെന്ന് വ്യക്തമാക്കിയിരുന്നു. പിന്നെ ഇവർ ഇന്ത്യ മുന്നണിക്കകത്ത് നിൽക്കുന്നു എന്നത് മാത്രമാണ്. അതിപ്പോ എന്താണ്, കേരളത്തിലെ CPM അല്ലല്ലോ, ദേശീയ തലത്തിലുള്ള CPM ഇടതുപക്ഷം ഇന്ത്യ മുന്നണിക്കൊപ്പമാണ്. കേരളത്തിൽ അവർ ഒരിക്കലും ഇന്ത്യ മുന്നണിയെ സപ്പോർട്ട് ചെയ്യുക, രാഹുലിനെ സപ്പോർട്ട് ചെയ്യുക ചെയ്യില്ല. പിന്നെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് അല്ലെങ്കിൽ ചർച്ചകളിലേക്ക് കൊണ്ടെത്തിക്കുന്നതും ഇവര് തന്നെയാണ്. ഇപ്പൊ ഈ ഒരു പോസ്റ്റ് ഇട്ടു, ഇതൊരു ചർച്ച തന്നെയല്ലേ? ഇത് BJP-ക്കാർക്ക് ഒരു അവസരം കൊടുത്തതുപോലെയാണ് ഈ ചർച്ചയ്ക്ക്. അല്ല, ഇവിടെ ശബരിമല സ്ത്രീ പ്രവേശന സമയത്ത് BJP ഇവിടെ സമരമുറകൾ, നാമജപ ഘോഷയാത്ര തുടങ്ങി വലിയ രീതിയിലുള്ള സമരമുറകളാണ് ഇവിടെ നടത്തിയത്. ജനജീവിതം സ്തംഭിക്കുന്ന രീതിയിലുള്ള സമരമുറകൾ നടത്തി. പക്ഷെ ഇപ്പോ ഈ അയ്യപ്പന്റെ വിഗ്രഹം ഒഴികെ ഉള്ളതെല്ലാം കട്ടുകൊണ്ടുപോയി എന്ന് അറിഞ്ഞിട്ടും ഇവരുടെ പ്രതികരണം എന്താണ്? ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രക്ഷോഭം, അതായത് നേരത്തെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരവുമായി നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ എന്തെങ്കിലും ഒരു അഭിപ്രായ പ്രകടനമെങ്കിലും BJP നടത്തും? എന്തുകൊണ്ട് പ്രതിസ്ഥാനത്ത് LDF സർക്കാരാണ്, CPM ആണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ടല്ലേ BJP ഇതുപോലെ മിണ്ടാതിരിക്കുന്നത്? ആണ് കാര്യം. നമുക്കറിയാം എന്താണ്, BJPക്ക് ഒരു വളരാൻ ഒരു സാഹചര്യം കേരളത്തിന്റെ മണ്ണിൽ ഒരുക്കി കൊടുത്തത് LDF ആണ്. എന്താണ്, ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതിലൂടെ അന്ന് ചേച്ചി പറഞ്ഞതുപോലെ അവർ നടത്തിയ പ്രതിഷേധങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് കേരളത്തിൽ BJPക്ക് ഒരു അവസരം കിട്ടുന്നത്. കേരളത്തിൽ BJPക്ക് വളരാനുള്ള അവസരം കിട്ടുന്നതും കേരളത്തിൽ BJP അക്കൗണ്ടുകൾ തുറന്നത് പോലും ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയ ആ ഒരു വിഷയത്തില് BJP എടുത്ത സ്റ്റാൻഡ് കൊണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തുകൊണ്ട് ഇവർ തമ്മിലുള്ള അന്തർധാര? ഇപ്പൊ മറിച്ച് ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടായിരുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് സർക്കാർ ആയിരുന്നെങ്കിൽ BJP അടങ്ങിയിരിക്കുമായിരുന്നു. BJPയുടെ കാര്യം എന്തിനു പറയുന്നു? ഈ CPM-കാരന്മാർ അടങ്ങിയിരിക്കും. ഇവർ കേരളം കത്തിക്കുമായിരുന്നല്ലോ. അതേസമയം അവർ അവിടെ കട്ടുമുടിച്ചത് കൊണ്ട് അവരെല്ലാത്തിനും ഓരോ ന്യായം. ഇനി ഇത് കോൺഗ്രസിന്റെ തലയിൽ വെക്കാനുള്ള സൈബർ ഹാൻഡിലുകൾ അതാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ED വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഇവർക്ക് എളുപ്പമാകും. ഒരു വ്യാജ പ്രചരണം നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു മുതിർന്ന നേതാവ് തന്നെയാണ് VS ശിവകുമാർ, ദേവസ്വം മന്ത്രിയായിരുന്നല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ ഒരു വ്യാജ പ്രചരണം നടത്തി. അപ്പോ ഈ ഒരു വ്യാജ പ്രചരണം നടത്തുമ്പോൾ അത് വളരെ വേഗത്തിൽ പ്രചരിക്കപ്പെടും. പക്ഷെ അത് കഴിഞ്ഞിട്ട് അയാൾ ഒരു ക്ഷമാപണവും നടത്തി. ഈ ക്ഷമാപണം ആരും കാണില്ല. പക്ഷെ VS ശിവകുമാറിന്റെ സഹോദരനെ അറസ്റ്റ് ചെയ്തു എന്ന് കുറെ ആൾക്കാരെങ്കിലും വിശ്വസിക്കും. ഇത് ഇവർ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണ്. എന്തിനാണ് ആൾക്കാരുടെ മനസ്സിൽ ഇത് കോൺഗ്രസിന്റെ കാലത്ത് നടന്ന കൊള്ളയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള മനഃപൂർവ്വമായ ശ്രമമാണ്. പക്ഷേ അയ്യപ്പന്റെ മുതലല്ലേ കട്ടുകൊണ്ടുപോയത്? അത് എന്തായാലും തെളിയുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല.